നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിലെ പെരുമാറ്റ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായരാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, കുട്ടികളിലെ പലതരം പെരുമാറ്റ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടിനുള്ളിൽ കുട്ടികളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഇതിന്റെ ഒരു അടിസ്ഥാന കാരണമായി പറയാവുന്നത്. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കടന്നുവരവോടുകൂടി ജീവിതത്തിന്റെ വേഗം കൂടുന്ന ഒരു സാഹചര്യമാണ്. മനസ്സിലൊരു ആഗ്രഹം തോന്നുകയും ആ ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിനിടയിലുള്ള ഒരു ഇടവേള ഇല്ലാതായി മാറിയിരിക്കുന്നു. ഇത് പൊതുവെ മനുഷ്യ സ്വഭാവത്തിൽ ഒരു എടുത്തുചാട്ട സ്വഭാവവും അക്ഷമയും കൂടാനുള്ള കാരണമായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ലഭ്യതയോടുകൂടി യുവതലമുറയിൽപ്പെട്ട ആളുകൾ, കുട്ടികളും കൗമാരപ്രായക്കാരും സമൂഹത്തിൽ നിന്ന് പതിയെ പതിയെ വിച്ഛേദിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതായത് 30 കൊല്ലത്തിന് മുൻപുള്ള ഒരു കൗമാരപ്രായക്കാരന് സന്തോഷം കിട്ടാനുള്ള ഏക മാർഗം സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ ബന്ധുക്കളുമായി സംസാരിക്കുക, ഇടപെടുക, ആശയവിനിമയം നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് സന്തോഷം ലഭിക്കാൻ മറ്റുള്ളവരുമായിട്ടുള്ള സംസർഗത്തിന്റെ ആവശ്യമില്ല. അവർക്കൊരു ഡിജിറ്റൽ ഉപകരണം ഉണ്ടെങ്കിൽ യഥേഷ്ടം എത്ര മണിക്കൂർ വേണമെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, ഈ ചടുലമായ ദൃശ്യങ്ങൾ, വീഡിയോ ഗെയിമുകൾ അടക്കമുള്ള ചടുലമായ ദൃശ്യങ്ങൾ കൂടുതലായി കാണുന്ന ഒരു പ്രവണതയിലേക്ക് കുട്ടികൾ വരുന്നത് കുട്ടികളിൽ അമിത വീർതിയും എടുത്തുചാട്ട സ്വഭാവവും ശ്രദ്ധക്കുറവും ഒക്കെ കൂടാൻ കാരണമായിട്ടുണ്ട്. കൗമാരപ്രായക്കാരിൽ കുറച്ചുപേരെങ്കിലും ലഹരി വസ്തുക്കൾ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതും തലച്ചോറിലുള്ള രാസവസ്തുക്കളുടെ അളവിൽ വ്യത്യാസമുണ്ടാക്കി പെരുമാറ്റ പ്രശ്നങ്ങൾ ഗൗരവമായി ഉണ്ടാകാനുള്ള കാരണമായി മാറിയിരിക്കുകയാണ്. പിന്നെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. വീട്ടിൽ എല്ലാവരും അവരവരുടേതായ ഡിജിറ്റൽ ലോകത്ത് സമാധാനപരമായി സ്വതന്ത്രമായി കഴിയുന്നു. മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യമില്ലാതെ വന്നിരിക്കുന്നു. ഇതും പലപ്പോഴും കുട്ടികളിൽ ഒരു സ്നേഹിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നൽ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. അത് പലപ്പോഴും അതിവൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾക്ക് കാരണമാകുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ വിലക്കുകയോ മറ്റും ചെയ്തു കഴിഞ്ഞാൽ അമിത ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇത് കടന്നു ചെല്ലുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ബഹുവിധമായ കാരണങ്ങളാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ പെരുമാറ്റ പ്രശ്നങ്ങൾ കൂടി വരാനുള്ള കാരണങ്ങളായി നമുക്ക് വിലയിരുത്താവുന്നത്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പം നമ്മൾ ഡിജിറ്റലിനെ കുറിച്ച് സംസാരിച്ചു. എങ്കിലും ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം ഇത്തരം പ്രശ്നങ്ങളുമൊക്കെ, അതായത് ഈ പെരുമാറ്റം, കുട്ടികളുടെ പെരുമാറ്റത്തിൽ നന്നായിട്ട് ബാധിക്കുമോ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആദ്യത്തെ 3 വയസ്സ് വരെയാണ് തലച്ചോറിലെ കോശങ്ങളുടെ എണ്ണത്തിൽ വർധനവ് വരുന്നത്. പക്ഷെ നമുക്കറിയാം 3 വയസ്സോടുകൂടി കുട്ടിയുടെ മാനസിക സാമൂഹിക വളർച്ച തീരുന്നില്ല, പിന്നെയും തുടരുന്നുണ്ട്. എങ്ങനെയാണ് 3 വയസ്സിന് ശേഷമുള്ള മാനസിക സാമൂഹിക വളർച്ച? തലച്ചോറിൽ 3 വയസ്സിനുള്ളിൽ രൂപീകരിക്കപ്പെട്ട കോശങ്ങൾ തമ്മിൽ പുതിയ പുതിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ സിനാപ്സുകൾ രൂപീകരിക്കപ്പെടുക വഴിയാണ് 3 വയസ്സിന് ശേഷമുള്ള മാനസിക സാമൂഹിക വൈകാരിക വളർച്ച സംഭവിക്കുന്നത്. ഇത് സുഗമമായി നടക്കണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് കടന്നു പോകാനുള്ള അവസരം വരണം. വ്യത്യസ്ത വ്യക്തികളെ പരിചയപ്പെടണം, വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ പഠിക്കണം, വ്യത്യസ്ത കളികൾ കളിക്കാനുള്ള അവസരം വേണം, വ്യത്യസ്ത സ്ഥലങ്ങൾ സന്ദർശിക്കണം, വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകണം. ഈ വ്യത്യസ്തത എത്രത്തോളം ഉണ്ടാകുന്നു അതിനനുസരിച്ച് തലച്ചോറിൽ പുതിയ പുതിയ സിനാപ്സുകൾ, തലച്ചോറിലെ കോശങ്ങൾ തമ്മിൽ രൂപീകരിക്കപ്പെടുകയും മാനസിക സാമൂഹിക വൈകാരിക വളർച്ച ദൃഢമാവുകയും ചെയ്യും. പക്ഷേ പലപ്പോഴും ഈ ഡിജിറ്റൽ ഉപകരണങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന കുട്ടികൾക്ക് ഈ വ്യത്യസ്തമായ അനുഭവങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ തലച്ചോറ് ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടിയെ പോലെ ആയി മാറുകയാണ്. എല്ലാ ദിവസവും ആവർത്തന വിരസമായ ഒരു ദിനചര്യയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, കുറച്ചു നേരം മൊബൈൽ കളിക്കുന്നു, പിന്നെ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, പിന്നെ ട്യൂഷന് പോകുന്നു, വൈകിട്ട് വന്നിട്ട് വീണ്ടും മൊബൈൽ കളിക്കുന്നു. ഈ ആവർത്തന വിരസമായ ജീവിതചര്യ വരുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ രൂപീകരിക്കപ്പെടുന്നില്ല. ഇത് വലിയ തോതിൽ കുട്ടിയുടെ സാമൂഹിക വൈകാരിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ ഇവർ ഉപയോഗിക്കുന്ന മൊബൈൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന ചടുലതയാർന്ന ദൃശ്യങ്ങൾ, അത് കാർട്ടൂണുകളാകാം, ഓൺലൈൻ ഗെയിമുകളാകാം, അതിവേഗമായിട്ട് ആണ് ആ ദൃശ്യങ്ങൾ വരുന്നത്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒട്ടും ശ്രദ്ധ ആവശ്യമില്ല. നിമിഷാർത്ഥം കൊണ്ട് മിന്നിമായുന്ന ദൃശ്യങ്ങളാണ്. മണിക്കൂറുകളോളം ഇത്തരത്തിൽ ചടുലമായ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം പിന്നീട് ഇഴഞ്ഞു നീങ്ങുന്ന പുസ്തകങ്ങൾ വായിക്കാൻ കുട്ടി തുടങ്ങുമ്പോൾ കുട്ടിക്ക് ഒട്ടും അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. കാരണം അവന്റെ തലച്ചോറ് ആ ഓൺലൈൻ ഗെയിമുകളുടെ അല്ലെങ്കിൽ കാർട്ടൂണുകളുടെ വേഗതയുമായി സമരസപ്പെട്ട് കഴിഞ്ഞു.
ഇഴഞ്ഞു നീങ്ങുന്ന അക്ഷരങ്ങളുടെ വേഗതയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, വളരെ പെട്ടെന്ന് പുസ്തകം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ വരികയാണ്. ഇത് പലപ്പോഴും കുട്ടികളിൽ ശ്രദ്ധക്കുറവും അമിത വികൃതിയും ഉണ്ടാകാൻ കാരണമാവുന്നുണ്ട്. കുട്ടികളിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന ഒരു പെരുമാറ്റ പ്രശ്നം തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ADHD എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞാൽ കുട്ടികളിലെ അമിത വികൃതി എന്ന് പറയും. സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ 7 മുതൽ 10% വരെ കുട്ടികളിൽ ഈ ADHD എന്ന അവസ്ഥയുണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ കോവിഡിന് മുൻപൊക്കെ ഏകദേശം 5% കുട്ടികളിലാണ് അത് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കുറച്ച് കൂടി വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കോറിലേറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ADHDയുടെ തോതിൽ വർധനവ് വരുന്നത്. ഇത് ആൺകുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. പെൺകുട്ടികളെ അപേക്ഷിച്ച് 3 മടങ്ങ് കൂടുതൽ ആൺകുട്ടികളിൽ കാണുന്നു. മിക്കവാറും 7 വയസ്സിന് മുൻപ് തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ തുടങ്ങുമെങ്കിലും അപൂർവം ചില കുട്ടികളിൽ 12 വയസ്സ് വരെ ഈ ലക്ഷണങ്ങൾ തുടങ്ങാൻ വൈകാം. 3 പ്രധാന ലക്ഷണങ്ങളാണ്. ഒന്നാമത്തേത് ശ്രദ്ധക്കുറവ്. ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ശരി, മുതിർന്നവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ശരി, മനസ്സ് പതറിപ്പോവുകയാണ്. അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഇതുമൂലം പാഠ്യവിഷയങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, പഠനത്തിൽ പിന്നാക്കം പോകുന്നു. ഇത് പലപ്പോഴും മറവിയുടെ രൂപത്തിലും വരാം. കാരണം ഈ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തലച്ചോറിൽ പതിയാത്തത് മൂലം ഇത് പിറ്റേ ദിവസം അനുസ്മരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ കുട്ടികളിൽ ഉണ്ടാകുന്ന മറവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തെ ലക്ഷണം അമിത വികൃതിയാണ്. ഒരു സ്ഥലത്ത് പോലും അടങ്ങിയിരിക്കാൻ പറ്റാത്ത വിധം ചടുലമായി ഓടി നടക്കുന്ന ഒരു സ്വഭാവമാണ്. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ക്ലാസ് മുറിയിലാണെങ്കിൽ മേശപ്പുറത്ത് താളം പിടിക്കുകയോ, ക്ലാസ് എടുക്കുമ്പോൾ പാട്ട് പാടുകയോ, സംസാരിക്കുകയോ, ഉറക്കെ ചിരിക്കുകയോ, അടുത്തിരിക്കുന്ന കുട്ടികളെ നുള്ളുകയോ പിച്ചുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ വളരെ അമിത വികൃതി, അത് പലപ്പോഴും ഒരു ആ സമാധാന അന്തരീക്ഷം ക്ലാസ് മുറിയുടെ തകർക്കുന്ന രീതിയിലേക്ക് ഈ വികൃതി വരും. ചിലപ്പോഴെങ്കിലും എടുത്തുചാട്ട സ്വഭാവം. ആഗ്രഹിക്കുന്നത് ഉടനടി സഫലമായില്ലെങ്കിൽ അമിത ദേഷ്യപ്രകടനമാണ്. ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പാത്രങ്ങൾ എറിയുക, ആഗ്രഹിക്കുന്ന TV ചാനൽ വെച്ചില്ലെങ്കിൽ റിമോട്ട് തല്ലിപ്പൊട്ടിക്കുക, മൊബൈല് കിട്ടിയില്ലെങ്കിൽ ആക്രമിക്കുക, ഈ രീതിയിലേക്കൊക്കെ ഈ കുട്ടികൾ പോയെന്നിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളുടെ തലച്ചോറിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങൾ തമ്മിലൊരു ഏകോപനക്കുറവുണ്ട്. അതുപോലെ തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന തലച്ചോറിന്റെ ഏറ്റവും പുതിയ ഭാഗം, ആ ഭാഗത്ത് ഡോപ്പമിൻ എന്ന രാസവസ്തു കുറയുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് പലപ്പോഴും ഈ സ്ക്രീൻ ഡിവൈസുകളുമായിട്ടുള്ള ബന്ധവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആരോഗ്യകരമായ സ്ക്രീൻ ഉപയോഗം എന്നുള്ളതിന് അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ തന്നെ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒരു തരത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളും കാണാൻ പാടില്ല. കാരണം ദൃശ്യസ്മൃതി എന്ന കഴിവ്, അതായത് കാണുന്ന ദൃശ്യങ്ങളെ തലച്ചോറിൽ ശേഖരിച്ചു വയ്ക്കുന്ന വിഷ്വൽ മെമ്മറി എന്ന ആ കഴിവ് 3 വയസ്സിന് ശേഷമാണ് വികസിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ദൃശ്യമാധ്യമം കണ്ടിട്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് 3 വയസ്സ് വരെ നോ മൊബൈൽ, ഒരു ദൃശ്യമാധ്യമം കാണിക്കാതിരിക്കുക. 3 മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് 1 മണിക്കൂറാണ് ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം. 8 വയസ്സ് തൊട്ട് 19 വയസ്സിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നത് അവർക്ക് ദിനചര്യയുടെ ഭാഗമായി ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾക്കുള്ള സമയം മാറ്റിവെച്ച ശേഷമുള്ള സമയം മാത്രമേ ഈ ദൃശ്യമാധ്യമ സമയമായിട്ട് ഉപയോഗിക്കാവൂ. 8 മണിക്കൂർ ഉറക്കം, 2 മണിക്കൂർ പഠനം, 1 മണിക്കൂറെങ്കിലും വ്യായാമം, 1 മണിക്കൂർ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കാനുള്ള സമയം, 1 മണിക്കൂർ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള സമയം, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ആ കൗമാരപ്രായക്കാർ ചെയ്യണം. ഇതിന് ശേഷം വരുന്ന സമയം അവർക്ക് ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ കണക്ക് കൂട്ടിയാലും സ്കൂൾ വിദ്യാഭ്യാസം 8 മുതൽ 10 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും എന്നുള്ളതുകൊണ്ട് തന്നെ എത്ര രീതിയിൽ കണക്ക് കൂട്ടിയാലും പരമാവധി 2 മണിക്കൂറായിരിക്കും ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം. ഈ ഒരു അളവിലേക്ക് ദൃശ്യമാധ്യമ ഉപയോഗം കുറയ്ക്കുകയും കായിക വ്യായാമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്താൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ പെരുമാറ്റ പ്രശ്നങ്ങൾ വലിയൊരളവ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചേക്കും. ഡോക്ടർ വ്യക്തമാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ സമീപകാലങ്ങളിൽ നമ്മൾ ഈ റാഗിങ്ങിനെ കുറിച്ചൊക്കെ കേട്ടിരുന്നു. അപ്പം പല കോളേജുകളിലായാലും സ്കൂളുകളിലായാലും ഈ റാഗിങ് ഇപ്പോൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ പുറകിൽ ഇത് തന്നെയാണോ? അതായത് കുട്ടികളുടെ പെരുമാറ്റം അതിനോടൊക്കെ കടക്കുന്ന കാര്യം എന്താണ്? ചില വ്യക്തികളിലെങ്കിലും നമ്മളിപ്പോൾ ADHDയുടെ കാര്യം പറഞ്ഞതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പെരുമാറ്റ പ്രശ്നം കുട്ടികളിൽ കാണുന്നത് കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറയും. മലയാളത്തിലേക്ക് അതാക്കി പറഞ്ഞാൽ സ്വഭാവദൂഷ്യ രോഗം എന്നൊക്കെ പറയാം. ചെറുപ്രായത്തിൽ തന്നെ നിഷേധഭാവമാണ് ഇവരുടെ ഒരു പ്രത്യേകത. ആരെങ്കിലും മുതിർന്ന വ്യക്തികൾ ഒരു പ്രത്യേക കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം അനുസരിക്കാൻ പറഞ്ഞാൽ അതിൽ അനുസരണക്കേട് കാണിക്കില്ല.
അപ്പം മുതിർന്ന വ്യക്തികൾ ചെയ്യരുതെന്ന് പറയുന്നതിനെയൊക്കെ ചെയ്യുക, അവർ പറയുന്ന നിർദ്ദേശങ്ങളെ നിഷേധിക്കുക, ഇതിലൊരു സന്തോഷം കണ്ടെത്തുന്ന രീതി. കുറച്ചുകൂടെ മുതിർന്നു വരുമ്പോഴേക്കും പെട്ടെന്നുള്ള ദേഷ്യ പ്രകടനങ്ങൾ പ്രകടമായി വരും. ചെറിയ തോതിലെങ്കിലും മോഷണം തുടങ്ങും. വീട്ടിൽ നിന്ന് പണമെടുക്കും, അല്ലെങ്കിൽ ATM കാർഡ് എടുക്കും, മൊബൈൽ എടുക്കും, സ്വർണ്ണാഭരണങ്ങൾ എടുക്കും. പിന്നെ അയൽ വീടുകളിലും ബന്ധു വീടുകളിലും ഒരുപക്ഷെ സമീപത്തുള്ള കടകളിലും ഒക്കെ ചെറിയ മോഷണങ്ങളായിട്ട് തുടങ്ങും. കളവ് പറച്ചിലാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. കളവ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടുപോയത് കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു കളവല്ല ഉദ്ദേശിക്കുന്നത്. മറ്റൊരാൾ കുഴിയിൽ ചാടണം എന്ന ലക്ഷ്യബോധത്തോടെ പറയുന്ന കളവ്. ഈ കളവ് വിശ്വസിച്ച് മറുവശത്തുള്ള ഒരാൾ അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പോൾ അത് കണ്ടിട്ട് ഗൂഢമായ ഒരു ആഹ്ലാദം അനുഭവിക്കുന്ന ഒരു മനോനില. ഇതാണ് ഈ കോണ്ടാക്ട് ഡിസോർഡറിന്റെ പ്രത്യേകത. കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ ശാരീരികമായ ദ്രോഹ പ്രവൃത്തികളും ആരംഭിക്കും. ഇപ്പോ മൃഗങ്ങളെ വേദനിപ്പിക്കുക, ഇപ്പൊ പൂച്ചയെ വാലിൽ ചുഴറ്റിയടിച്ച് തറയിലടിക്കുക, പട്ടിയെ കല്ലെറിഞ്ഞ് വേദനിപ്പിക്കുക, അല്ലെങ്കിൽ സഹപാഠികളോട് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറുക. അടിപിടി കൂടിക്കഴിഞ്ഞാൽ ഒരാളെ തള്ളി തറയിൽ ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ പുറത്ത് കയറി വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചവിട്ടുകയും ഇടിക്കുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന വിദ്യാർത്ഥി ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവളോട്ട് കോമ്പസ് വെക്കുക. ഇങ്ങനെയുള്ള, ശരിക്കും പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കുകയും ആ വേദന കണ്ടിട്ട്, അവർ വേദന കൊണ്ട് പുളയുന്നത് കണ്ടിട്ട് ഒരു സന്തോഷം അനുഭവിക്കുകയും ചെയ്തൊരു മനോനിലയിലേക്ക് ചില കുട്ടികളെങ്കിലും എത്തിച്ചേരുന്നുണ്ട്. ഈ കുട്ടികൾക്ക്, ഈ കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക്, നേരത്തെ ADHD കാര്യം പറഞ്ഞ പോലെ തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അളവില് അല്ലെങ്കിൽ ചില നാഡീ വ്യവസ്ഥിതിയിലൊക്കെ ചില തകരാറുകളുണ്ട്. പ്രധാനമായും മറ്റൊരാളുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പ്രതികരിക്കാനുള്ള മനുഷ്യന്റെ കഴിവിനെ എംപതി അല്ലെങ്കിൽ അനുതാപം എന്ന് പറയും. ഈ അനുതാപത്തിന്റെ അടിസ്ഥാനം തലച്ചോറിൽ നിലനിൽക്കുന്ന ദർപ്പണ നാഡീവ്യൂഹങ്ങൾ അല്ലെങ്കിൽ മിറർ ന്യൂറോൺസ് എന്ന നാഡീകോശങ്ങളാണ്. 21ാം നൂറ്റാണ്ടിലെ മസ്തിഷ്ക ശാസ്ത്ര മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കണ്ടെത്തലായിട്ടാണ് ഈ ദർപ്പണ നാഡീവ്യൂഹ വ്യവസ്ഥിതിയെ കുറിച്ച് പറയുന്നത്. ഇറ്റാലിയൻ ന്യൂറോ സയന്റിസ്റ്റ് ആയ ജിയോകോമോ റിസൊലെറ്റിയാണ് ഇത് ആദ്യമായിട്ട് വിശദീകരിക്കുന്നത്. അപ്പൊ ചില വ്യക്തികൾക്ക് ജന്മനാ തന്നെ അവര് ഈ മിറർ ന്യൂറോൺസ്, ദർപ്പണ നാഡീവ്യൂഹങ്ങൾ കൊണ്ട് അനുഗ്രഹീതരാണ്. ഒരു ജന്മനാ തന്നെ പൊതുവെ നല്ല കാരുണ്യമുള്ള, അനുതാപമുള്ളവരായിരിക്കും. പക്ഷെ കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് ഈ ദർപ്പണ നാഡീവ്യൂഹ വ്യവസ്ഥിതി ദുർബലമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വേദനകളോ വികാരങ്ങളോ മനസ്സിലാക്കാൻ അവർക്ക് കഴിയാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെല്ലാം അവർക്ക് തല്ലിപ്പൊട്ടിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ മാത്രമാണ്. പലപ്പോഴും ഈ റാഗിങ് പോലെയുള്ള സംഘടിതമായ പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്നത് ഒരുപക്ഷെ ഒന്നിലധികം കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള ആളുകൾ ചേർന്നിട്ട് അവര് ആസൂത്രണം ചെയ്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ ഒരു പ്രവൃത്തിക്ക് നേതൃത്വം നൽകും. ബാക്കിയുള്ള പല ആളുകളും ഇവരുടെ പ്രേരണയ്ക്ക് വശംവദരായി അതിൽ പെട്ടുപോകുന്നവരാണ്. അവർ പലപ്പോഴും കോണ്ടാക്ട് ഡിസോർഡർ ഉണ്ടാകണം എന്നില്ല. പക്ഷെ ഈ നേതൃഗുണമുള്ള ഒരു കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയുടെ ആജ്ഞാശക്തിക്ക് മുൻപിൽ, സ്വാധീന ശക്തിക്ക് മുൻപിൽ സാധ്യമല്ല എന്ന് സ്വഭാവ ദൃഢതയോടെ പറഞ്ഞു ഒഴിവാകാൻ കഴിയാതെ പോകുന്നത് മൂലം ഈ സംഘത്തിൽ പെട്ടുപോവുകയും ആ സംഘം ചെയ്യുന്ന നിയമലംഘന സ്വഭാവമുള്ള ക്രൂരകൃത്യങ്ങളിൽ പങ്കെടുക്കാൻ ഇടയാകുകയും ചെയ്ത് അങ്ങനെ പെട്ടുപോകുന്ന ആളുകളും ഇത്തരം കൂട്ടങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ കോണ്ടാക്ട് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികളെ നേരത്തെ തന്നെ ചികിത്സിക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. ഈ ചികിത്സ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തുടങ്ങുന്ന പല പെരുമാറ്റ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാം. ഉദാഹരണത്തിന് ADHD കാര്യം പറഞ്ഞു. തലച്ചോറിലെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തുകയും തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലെ ഡോപ്പമിന്റെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന വളരെ സുരക്ഷിതമായ മരുന്നുകൾ ഇന്ന് നിലവിലുണ്ട്. ആ മരുന്നുകളും അതോടൊപ്പം മനഃശാസ്ത്ര ചികിത്സകളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും കൊടുത്താൽ ADHD വലിയൊരളവ് നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികൾക്കും അവരുടെ തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അളവിൽ വ്യത്യാസം കാണും. അത് ക്രമീകരിക്കാൻ സഹായിക്കുന്ന വൈകാരിക സ്ഥിരത ഉണ്ടാക്കുന്ന ഔഷധങ്ങൾ, മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയും, ആ മരുന്നുകളും അതോടൊപ്പം തന്നെ ദേഷ്യം നിയന്ത്രിക്കാനുള്ള മനഃശാസ്ത്ര ചികിത്സകൾ, ലക്ഷ്യബോധം വികസിപ്പിക്കാനുള്ള മനഃശാസ്ത്ര ചികിത്സകൾ, ഇതും മാതാപിതാക്കൾക്കുള്ള പരിശീലനം കൊടുത്താൽ കോണ്ടാക്ട് ഡിസോർഡറിനെയും നിയന്ത്രിക്കാനായിട്ട് അനായാസം സാധിക്കും. പലപ്പോഴും ചികിത്സിക്കപ്പെടാതെ പോകുന്ന അഥവാ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഇത്തരം പെരുമാറ്റ പ്രശ്നങ്ങളാണ് കൗമാരത്തിൽ അല്ലെങ്കിൽ യൗവനത്തിൽ ഗുരുതരമായ നിയമപ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. ADHD ചികിത്സിക്കപ്പെടാതെ പോയാൽ അത്തരം കുട്ടികൾ ഭാവിയിൽ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടാനും ലഹരി അമിതമായി ഉപയോഗിക്കാനും സാധ്യത കൂടുതലാണ്. ബേസിക്കലി ഇത്തരം പെരുമാറ്റ പ്രശ്നമുള്ള കുട്ടികൾ ലഹരി കൂടെ ഉപയോഗിക്കുമ്പോൾ അവരുടെ പെരുമാറ്റത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയി എല്ലാ തരത്തിലുള്ള അക്രമങ്ങളിലേക്കും അവർ നീങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ കോണ്ടാക്ട് ഡിസോർഡർ എന്ന അവസ്ഥയുള്ള കുട്ടികൾ അത് ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കപ്പെട്ടില്ലെങ്കിൽ അവർ ഭാവിയിൽ സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങൾ, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയും. അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ആസ്വദിക്കുകയും
അതിലൊട്ടും കുറ്റബോധം ഇല്ലാതിരിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് ഒട്ടും പാഠം പഠിക്കാതെ വീണ്ടും ആവർത്തിച്ച് അതേ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് അവർ വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞതുപോലെ മാനസിക പ്രശ്നങ്ങളിൽ 50% 14 വയസ്സിന് മുൻപ് തുടങ്ങും. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായിട്ട് ചികിത്സിക്കുകയും ഇടപെടുകയും ചെയ്താൽ ഇവർ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് തടയാൻ സാധിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. നിലമ്പൂരിൽ നിന്നും അരുണാണ്. അരുൺ ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ. നമസ്കാരം, പറഞ്ഞാട്ടെ. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഡോക്ടർ, എന്റെ മോള് 6ാം ക്ലാസ്സിലാണ്. അപ്പം ചെറുപ്പം വരെ നമ്മൾ പറയുന്ന സംഭവമാണ് ഇത് എന്താ പറയാ, പല സാധനങ്ങളും വീട്ടിലെ പല സാധനങ്ങളും സംഭവം ഈ ഓർഡറിൽ വെക്കാത്തത് നമ്മൾ എപ്പോഴും, അപ്പൊ ഞാനാണെങ്കിലും വൈഫാണെങ്കിലും ഒക്കെ പറയുന്നത് എല്ലാം എടുത്ത സാധനങ്ങളും എല്ലാം വാരി വലിച്ചിടുന്ന ഒരു ക്യാരക്ടർ. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ ചെറുപ്പം മുതലേ പറയും, പക്ഷെ അതിന് വലിയ മാറ്റം വന്നിട്ടില്ല. അങ്ങനെ ഒരു ചെയ്യാൻ എന്താണ് വഴി? മറ്റു കാര്യങ്ങളിലും സ്വഭാവത്തിലും മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമിത ദേഷ്യമോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവോ പഠനത്തിൽ? അങ്ങനൊന്നും പ്രശ്നമില്ല, അങ്ങനൊന്നുമില്ല. ജസ്റ്റ് ഈ സംഭവത്തിൽ മാത്രം എനിക്ക് ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടറോട് ചോദിക്കണം തോന്നിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി അതിപ്പോ ബെഡിന്റെ വൃത്തിയില്ലാതെ വെക്കുക, ടേബിൾ വൃത്തിയില്ലാതെ വെക്കുക, അതിപ്പോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഇത്ര പറഞ്ഞാല് നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുപ്പം മുതലേ പറയണം എന്ന് പറയുമല്ലോ. അപ്പൊ ചെറുപ്പം മുതലേ നമ്മൾ പറഞ്ഞു വരുന്ന സംഭവമാണ്. പക്ഷെ അതിലൊരു നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ്, ആസ് പാരന്റ്സ് നമ്മളും അത് കാണിച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ അതിലങ്ങനെ ഒരു മാറ്റം കാണുന്നില്ല. അപ്പൊ അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? പറയാം. ഇത് തീർച്ചയായിട്ടും ഒരു അച്ചടക്കത്തിന്റെ ഒരു വിഷയമാണ്, ഒരു ഡിസിപ്ലിനിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ സാധാരണ ചില കുട്ടികൾ ഈ അമിതമായി വൃത്തി, അമിതമായ അടുക്കും ചിട്ടയും, അതും ചിലപ്പോൾ ഒരു രോഗാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചേക്കാം. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നൊക്കെ പറയും. പക്ഷെ തെല്ലും വൃത്തിയില്ല, തെല്ലും അടുക്കും ചിട്ടയില്ല, എല്ലാ തരത്തിലും ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ അത് ഭാവിയിൽ തീർച്ചയായിട്ടും ദോഷം ചെയ്യും. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് മാതൃക കാണിച്ചു കൊടുക്കുക. അച്ഛനും അമ്മയും ചെയ്യുന്നു, അത് കണ്ട് ചെയ്യാനായിട്ട് പറയാം. 2, നമുക്ക് പ്രോത്സാഹനവും ശിക്ഷണവും ഈ തരത്തിലുള്ള ഒരു മാർഗം സ്വീകരിക്കാം. അതായത് ഈ പറയുന്ന ഒരു 5 കാര്യങ്ങൾ ദിവസം നമ്മളൊരു ടാർഗറ്റ് ആയിട്ട് ഏൽപ്പിക്കുകയാണ്. ഈ 5 കാര്യങ്ങൾ, അതായത് എഴുന്നേറ്റാൽ ഉടനെ കിടക്ക വിരിച്ചിടുക, അല്ലെങ്കിൽ മേശപ്പുറത്ത് പുസ്തകം അടുക്കി വെക്കുക, ഇങ്ങനെ ഒരു 5 കാര്യങ്ങൾ നമ്മൾ കുട്ടി തന്നെ ദിവസവും ചെയ്യേണ്ടതാണ് എന്ന് നിഷ്കർഷിക്കുക. എന്നിട്ടൊരു ചാർട്ട് പേപ്പറിൽ അത് വരച്ചിട്ട് ഒരു ടൈം ടേബിൾ പോലെ Monday Tuesday എന്നൊക്കെ എഴുതി കുട്ടിയുടെ മുറിയിൽ തന്നെ ഒട്ടിച്ചു വെക്കുക. കുട്ടി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ ചെയ്യുന്ന ദിവസങ്ങൾ ഒരു ടിക്ക് ഇട്ട് കൊടുക്കുക. ഈ 5 കാര്യങ്ങൾക്കും ടിക്ക് കിട്ടുന്ന ദിവസം താഴെ ഒരു നക്ഷത്രത്തിന്റെ പടം, സ്റ്റാറിന്റെ പടം വരയ്ക്കാം. ഒരു 6 ദിവസം അടുപ്പിച്ച് ഇത്തരത്തിൽ നക്ഷത്രം നേടിയെടുക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് 6 ദിവസം അടുപ്പിച്ച് നക്ഷത്രം. 7ാം ദിവസം കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കൊടുക്കാം. അത് ഒരു വസ്തുതയായിട്ട് കൊടുക്കണമെന്നില്ല. ഒരു പക്ഷേ ഒരു സിനിമ കാണാൻ പോകണമെന്നുള്ള ആഗ്രഹമായിരിക്കാം, 2 മണിക്കൂർ മൊബൈൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള അവസരമാകാം, കൂട്ടുകാരോടൊപ്പം പുറത്തു പോകാനുള്ള ഒരു അവസരമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള അവസരം. കുട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അത് 7ാം ദിവസം കൊടുക്കാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രലോഭനമായിട്ടാണ് കൊടുക്കുന്നതെങ്കിലും ഈ 6 ദിവസം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ഈ 7ാം ദിവസം അതിന് ഇഷ്ടമുള്ള ഒരു കാര്യം കൊടുക്കുന്നു. ഒരു 3 മാസം കഴിഞ്ഞ് പതിയെ ഈ 7 ദിവസം കഴിഞ്ഞ് 8ാം ദിവസം കൊടുക്കുന്നു. അങ്ങനെ ക്രമേണ അത് നീട്ടി കൊണ്ടുവന്ന് ഒരു മാസം ഒക്കെ ആയി കഴിഞ്ഞ് പിന്നെ പതിയെ ഈ പ്രതിഫലം കൊടുക്കുന്ന നമുക്കത് പിൻവലിക്കാം. ഇത് കുറച്ച് സമയമെടുക്കും, 1-2 കൊല്ലം ഒക്കെ സമയമെടുക്കും ഇതൊന്ന് ട്രാക്കിലേക്ക് വരാൻ. പക്ഷെ വളരെ ക്ഷമയോടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ഭംഗിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. താങ്ക് യു ഡോക്ടർ. അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ ഡിപ്രഷന്റെ ഒരു സാധ്യത. ഈ ആത്മഹത്യാ പ്രേരണ കൂടി വരുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ. കാരണം ഡിപ്രഷനിലോട്ട് പോകുന്നു, അങ്ങനെ പല പല സാഹചര്യങ്ങളിലൂടെ ഇപ്പം കുട്ടികൾ കടന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആത്മഹത്യാ പ്രവണത ഇപ്പോൾ കൂടി വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആണ് ഈ ആത്മഹത്യ ഉണ്ടാവുന്നത്? 1,00,000 ജനസംഖ്യക്ക് 28.5 എന്ന തോതിലാണ് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക്. 10,162 വ്യക്തികളാണ് ഒരു കലണ്ടർ ഇയറിൽ കേരളത്തിലെ ആത്മഹത്യയിലൂടെ മരണം പ്രാപിച്ചത്. അതിൽ 15 ഇരട്ടി, 1.5 ലക്ഷത്തിലധികം ആളുകൾ പ്രതിവർഷം ആത്മഹത്യാ ശ്രമം നടത്തുകയും ചെയ്തു. ഇന്ത്യയിലെ മൊത്തം കണക്കെടുത്താൽ 13,298 വിദ്യാർത്ഥികളാണ് ഒരൊറ്റ കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ ആകമാനം ആത്മഹത്യ ചെയ്തത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു വിഭവം എന്ന് പറയുന്നത് ഈ മനുഷ്യ വിഭവശേഷിയാണ്. ഇപ്പം ഒരുപക്ഷെ ജീവിച്ചിരുന്നുവെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തും പോയി നല്ല രീതിയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തേണ്ട ആളുകളെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്.
ലോകാരോഗ്യ സംഘടന പറഞ്ഞ ഒരു വാചകം ഞാൻ കടമെടുക്കുകയാണ്. ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന ഏറ്റവും സാധാരണവും ഏറ്റവും അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്നതുമായ കാരണമാണ് വിഷാദ രോഗം. ഡിപ്രസീവ് ഡിസോർഡർ അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന് പറയുന്നത് തിരിച്ചറിയപ്പെടാതെ പോകുന്നതാണ് പലപ്പോഴും ആത്മഹത്യകളുടെ പ്രധാന കാരണം. ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് വിഷാദ രോഗം ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? 9 ലക്ഷണങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന 9 ലക്ഷണങ്ങളിൽ 5 ലക്ഷണങ്ങളെങ്കിലും 2 ആഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് വിഷാദ രോഗമുണ്ടെന്ന് കരുതാം. ഒന്നാമത്തേത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവമാണ്. 2, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. കളിക്കാനോ പഠിക്കാനോ സ്കൂളിൽ പോകാനോ കൂട്ടുകാരോട് സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ല. 3, അകാരണമായ ക്ഷീണമാണ്, എപ്പോഴും കിടക്കാൻ തോന്നുന്നു, അവശതയാണ്. 4, ഉറക്കക്കുറവ്. സാധാരണഗതിയിൽ വിഷാദം തുടങ്ങുമ്പോൾ സാധാരണ ഉറക്കം ഉണരുന്നതിനേക്കാൾ 2 മണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നു പോകുന്നു. പിന്നെ ഉറക്കം പൂർത്തീകരിക്കാനാകുന്നില്ല. ഇങ്ങനെ തുടങ്ങുന്നു. പക്ഷെ ക്രമേണ ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരാം. വിശപ്പില്ലായ്മയാണ് 5ാമത്തെ ലക്ഷണം. വളരെ പ്രിയപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ പോലും കണ്ടാൽ കഴിക്കാൻ തോന്നില്ല. ഏകാഗ്രത കുറവാണ് 6ാമത്തെ ലക്ഷണം. പഠിക്കാനോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിന്തകൾ അലകടല് പോലെ വന്നിട്ട് ശ്രദ്ധ പതറിപ്പോകുന്ന അവസ്ഥ. ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് 7ാമത്തെ ലക്ഷണം. ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഒരുപാട് സമയമെടുക്കുന്നു. ഒരു പ്രവൃത്തി ചെയ്യാൻ നിഷ്കർഷിച്ചാൽ അത് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുന്നു. 8ാമത്തേത് നിരാശയും പ്രതീക്ഷയില്ലായ്മയുമാണ്. ജീവിതം രക്ഷപ്പെടില്ല എന്നൊരു തോന്നൽ വരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞാൻ ശരിയാകില്ല, എന്റെ ജീവിതം നന്നാകില്ല എന്നൊരു തോന്നൽ വരുന്നു. ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ വരുന്നു. സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും വലിയ കുറ്റകൃത്യങ്ങളാണ്, അതിന് ദൈവം തന്ന ശിക്ഷയാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്നൊക്കെ ചിന്തിക്കുന്നു. വിഷാദം ഏറ്റവും തീവ്രമാവുമ്പോൾ ഞാനൊരു ഉപയോഗശൂന്യനാണ്, എന്റെ ബന്ധുക്കൾക്ക് ഞാനൊരു ബാധ്യതയാണ്, എന്റെ കുടുംബാംഗങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചാൽ അടുത്ത ലക്ഷണം, 9ാമത്തെ ലക്ഷണം, മരിക്കണമെന്നുള്ള ആഗ്രഹവും ആത്മഹത്യാ പ്രവണതയുമാണ്. ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് ഡിപ്രഷൻ, ചികിത്സ ആവശ്യമുള്ള ഡിപ്രഷൻ ഉണ്ടെന്ന് കരുതാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന ഒരു അവസ്ഥയാണ് വിഷാദരോഗം. വിഷാദരോഗമുള്ള ആളുകളുടെ തലച്ചോറിൽ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ ചില രാസവസ്തുക്കളുടെ അളവ് കുറഞ്ഞിരിക്കും. ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ 6 മാസം തൊട്ട് 9 മാസം നീണ്ടു നിൽക്കുന്ന ചികിത്സയിലൂടെ മിക്കവാറും ആളുകളിൽ വിഷാദം പരിപൂർണമായിട്ട് ഭേദപ്പെടുത്താൻ പറ്റും. വിഷാദ രോഗം ആവർത്തിച്ചു വരാതിരിക്കാൻ ചില മനഃശാസ്ത്ര ചികിത്സകളും കൂടെ ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിച്ചാൽ വിഷാദത്തെ അനായാസം മറികടക്കാനാകും. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പം ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അതായത് ക്ലാസ്സിലും ബഹളം വെക്കുക അങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള കുട്ടികളുണ്ടല്ലോ, അപ്പം അവർ എന്താണ് അങ്ങനത്തെ ഒരു പെരുമാറ്റത്തിലോട്ട് പോകുന്നത്? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തലച്ചോറിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങൾ, ഈ 2 അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ഏകോപനം കുറയുകയും തലച്ചോറിന്റെ മുൻഭാഗത്ത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അവിടെ ഡോപ്പമിൻ എന്ന രാസവസ്തു കുറയുകയും ചെയ്യുന്നതാണ് ഇവരിൽ കാണുന്നൊരു പ്രശ്നം. ഇത് നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ഈ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് കൂട്ടാനും തലച്ചോറിന്റെ 2 അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന വളരെ സുരക്ഷിതവും ഫലപ്രദവുമായ മരുന്നുകൾ നിലവിലുണ്ട്. ഇതോടൊപ്പം കുട്ടികളുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്താനുള്ള ചില മനഃശാസ്ത്ര പരിശീലനങ്ങളുണ്ട്, മാതാപിതാക്കൾക്കുള്ള പരിശീലനങ്ങളുണ്ട്. 18 മാസക്കാലത്തെ കൃത്യമായ ചികിത്സ നൽകി കഴിഞ്ഞാൽ 80% ഈ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളെയും നമുക്ക് പൂർണ്ണമായിട്ട് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം കുട്ടികൾ അത് ചികിത്സിച്ചില്ലെങ്കിൽ കാർട്ടൂൺ അഡിക്ഷൻ, പിന്നീട് ഒരുപക്ഷെ ഓൺലൈൻ ഗെയിം അഡിക്ഷൻ, പിന്നീട് ലഹരി അടിമത്തത്തിലേക്ക് കുട്ടികൾ പോകാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത്തരം കുട്ടികൾക്ക് 2 മണിക്കൂറെങ്കിലും ശരീരം വിയർക്കുന്ന തരത്തിൽ സൂര്യപ്രകാശം കൊണ്ടുള്ള കായിക വ്യായാമങ്ങൾക്കുള്ള അവസരം കൊടുക്കണം. ഇത്തരം കുട്ടികളെ ക്ലാസ് റൂമിന്റെ മുൻനിരയിൽ തന്നെ, മധ്യഭാഗത്ത് തന്നെ ടീച്ചറിന്റെ നേരിട്ടുള്ള ദർശന പഥത്തിൽ വരുന്ന രീതിയിൽ തന്നെ ഇരുത്തണം. ഇത്തരം കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ നേതൃ ഉത്തരവാദിത്തങ്ങൾ, പക്ഷെ ക്ലാസ് ലീഡർ ആകുക, അല്ലെങ്കിൽ ബുക്കുകൾ കളക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ചെറിയ ചില ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ ആ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, പുറമേ നിന്നുള്ള ആ ഒരു നിയന്ത്രണം അവരുടെ പെരുമാറ്റം ക്രമീകരിക്കാനായിട്ട് കുറച്ചുകൂടെ ഒരു അധ്വാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സഹായകമാകും. ഹലോ ഡോക്ടർ, വ്യക്തമാണ്. കുട്ടികളിലെ പെരുമാറ്റ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിസ്റ്റും അതിലുപരി എഴുത്തുകാരനുമായിട്ടുള്ള അരുൺ ബി നായരാണ്. ഡോക്ടർ, നന്ദി. നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.